വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള CJP പ്രതിഷേധത്തിന് പിന്തുണ നൽകി CPIM രാജ്യസഭാ നേതാവ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. വിദ്യാർത്ഥികളുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്നും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ വിഷയം ഉന്നയിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ആം ആദ്മി MP സഞ്ജയ് സിംഗും ജന്തർ മന്ദിറിലെത്തിയിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള CJP സമരത്തിന് പിന്തുണ നൽകി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചിട്ട് 7 ദിവസം പിന്നിട്ടു. സമരത്തിന് കൂടുതൽ പിന്തുണ ശക്തമാവുകയാണ്. CPIM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് MP സമരത്തിന് പിന്തുണ നൽകി ജന്തർ മന്ദറിൽ എത്തി. ആം ആദ്മി MP സഞ്ജയ് സിംഗും എത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ പരീക്ഷകളിലും ക്രമക്കേടെന്നും വിദ്യാർത്ഥികളുടെ മരണത്തിന് കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദിയെന്നും ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചു. രാമനെ കൊള്ളയടിച്ചതുപോലെ പരീക്ഷകളെയും കൊള്ളയടിക്കുന്നു. പാർലമെന്റിന് അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഈ സമരമെന്ന് പറയുന്നത് ഈ ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ തുടക്കമാണ്. ഒരു സംശയം വേണ്ടതില്ല. പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ഒരു സമരത്തിന് നിദാനമായിട്ടുള്ള വിഷയങ്ങൾ വലിയ രൂപത്തിൽ ഉയർന്നു വരും. കഴിഞ്ഞ ദിവസം A.A. റഹീം MPയും പ്രതിഷേധത്തിന് പിന്തുണ നൽകിയിരുന്നു. അതേസമയം എത്രനാൾ CJP പ്രതിഷേധത്തെ അവഗണിക്കുമെന്ന് ചോദിച്ച് CJP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് കത്തയച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.